എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനമാണ്. വളരെ പരിചയമുള്ള വാക്യമാണ്. നമുക്ക് ആ വാക്യത്തിൽ നിന്നുകൊണ്ട് കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പോവുക. ഹീബ്രു ചാപ്റ്റർ 3:1 നമുക്ക് വായിച്ച് കേൾക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. എബ്രായ ലേഖന കർത്താവ് നമ്മുടെ നോട്ടം ക്രിസ്തുവിലായിരിക്കണം എന്ന് വെളിപ്പെടുത്തുന്ന ഒരാത്മിക സന്ദേശമാണ് അല്പനേരം നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ലേഖനകർത്താവ് സ്തോത്രം ദൈവമക്കളെ വെളിപ്പെടുത്തുന്ന കേട്ടണം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഈ വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങളാണ് ദൈവത്തെ ശ്രദ്ധിച്ചു നോക്കുക, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുക, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇതെല്ലാം ഒരേ പദപ്രയോഗങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ദൈവത്തെ നോക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു നല്ല വാക്ക് പറയാം, ദൈവ സാന്നിധ്യത്തെ അന്വേഷിക്കുക. ഹല്ലേലൂയ. അല്ലാതെ ഞാനിപ്പം ജോഷി പാസ്റ്റർ മുഖത്ത് നോക്കുന്ന പോലെ, ഞാനിപ്പം പാസ്റ്റർ ലാലുവിൻ്റെ മുഖത്ത് നോക്കുന്നത് പോലെ നമ്മൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. മറിച്ച് നമ്മൾ ദൈവത്തിൽ ഉള്ള ആ ദൈവ സാന്നിധ്യത്തെ നമ്മൾ അന്വേഷിക്കണം. ഒരാമയും പറഞ്ഞാട്ട്. എല്ലാ സ്ഥലത്തും ദൈവസാന്നിധ്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ദൈവസാന്നിധ്യം ഉള്ളിടത്തേക്ക് നമ്മൾ ഓടിച്ചെല്ലുക എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ മറ്റൊരർത്ഥം. ഓ ഹല്ലേലൂയ. എത്ര വലിയ പരാജയത്തിൽ വീഴപ്പെട്ട വ്യക്തിയാണെങ്കിലും ദൈവസാന്നിധ്യം നിന്നെ മൂടിക്കഴിഞ്ഞാൽ ആ പരാജയം തന്നെ വഴിമാറാനിടയാകും. ഹല്ലേലൂയ. ഇവിടെ പാട്ട് പാടുന്ന എന്തിനാ? ബൈബിൾ പ്രസംഗിക്കുന്ന എന്തിനാ? സ്തോത്രം. പ്രസംഗകൻ കഴിവുള്ളവനാണെന്ന് കാണിക്കാനല്ല, മറിച്ച് ജനത്തിനിടയിൽ ഒരു ദൈവസാന്നിധ്യം വെളിപ്പെടാനാ. ചില സമയത്ത് കണ്ടിട്ടില്ല, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ പെട്ടെന്ന് നമുക്ക് തലവേദന എടുക്കും, കാലുവേദന എടുക്കും, ചെവിവേദന എടുക്കും, കോട്ടുവാ വരും, കിടക്കണമെന്ന് തോന്നും, ഇരിക്കണമെന്ന് തോന്നും. എന്നാൽ എത്ര നേരം ഫേസ്ബുക്കിൽ നോക്കിയാലും ഇതൊന്നും തോന്നുകയല്ല. എന്നാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചെവിവേദന വരുന്നു, കാലുവേദന വരുന്നു, തുമ്മൽ വരുന്നു, അലർജി വരുന്നു, എഴുന്നേറ്റ് പോകണമെന്ന് തോന്നുന്നു, വെള്ളം കുടിക്കണമെന്ന് തോന്നി, വാഷ്റൂമിൽ പോകണമെന്ന് തോന്നുന്നു. എല്ലാം ഈ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില സമയത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു ദൈവസാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്താൽ നമുക്ക് എഴുന്നേക്കാൻ തോന്നുകയല്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പം, ഞാനൊക്കെ ശുശ്രൂഷിക്കാൻ നിന്നപ്പം ഹല്ലേലൂയ സ്തോത്രം, ചില സമയത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, കർത്താവെ സമയം ഓടല്ലേ, വാച്ചൊക്കെ ഞാൻ കമത്തി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മൊബൈൽ കമത്തി വെച്ചിട്ടുണ്ട്. കാരണം സമയം തീരല്ലേ എന്നുള്ളതാണ്. കാരണം ആ ദൈവസാന്നിധ്യം ഇറങ്ങി വരികയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം. എന്നോട് ദൈവം ഇനി വചനത്തോട് ബന്ധപ്പെട്ട് പറയുക, ചിലർ ദൈവമുഖത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യത്തിലേക്ക് ഓടിച്ചെല്ലുക. ഈ ദൈവസാന്നിധ്യത്തിന് ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് വചനം തുടങ്ങാം. ദൈവസാന്നിധ്യം എന്ന് പറയുന്നത് ഒരിക്കൽ പ്രാപിച്ചാൽ മരിക്കുന്നിടം വരെ നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. ദൈവസാന്നിധ്യം എന്ന് പറയുന്നത് എക്കാലങ്ങളിലും നമ്മൾ പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. ഒരാമയും പറഞ്ഞാട്ട്. 20 വർഷം മുമ്പ് ഞാൻ അഭിഷേകം പ്രാപിച്ചതാ, ഇന്നും ആ 2 അക്ഷരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവല്ലാതെ ദൈവസാന്നിധ്യം ബൈബിളിൽ നമ്മൾ പഠിക്കണം, പുതുക്കി പുതുക്കി പ്രാപിക്കണം. ഈ ദൈവസാന്നിധ്യമുള്ള ശുശ്രൂഷയുടെ പ്രത്യേകത പറയാം. ഇന്ന് അനുഭവിക്കുന്ന ദൈവസാന്നിധ്യമല്ല നാളെ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം. ഈ ദൈവസാന്നിധ്യം അനുഭവിക്കാത്ത ഒരാൾ പറയുന്നുണ്ട്, എൻ്റെ ബ്രദറെ ഭയങ്കര ചൂടൊക്കെയാണ് കേട്ടോ, ഈ ചൂട് കഴിഞ്ഞിട്ടേ ഞാൻ യോഗത്തിന് വരത്തുള്ളൂ, ഭയങ്കര കൊറോണയാണ്, കൊറോണ കഴിഞ്ഞേ ഞാൻ യോഗത്തിന് വരത്തുള്ളൂ, പിന്നെ ഈ പക്ഷിപ്പനി എലിപ്പനിയുണ്ട്, ആ പക്ഷിപ്പനി എലിപ്പനിയും കഴിഞ്ഞോ. ഇങ്ങനെ നോക്കിയാൽ കൊല്ലത്തിൽ 3 മാസം പോലും ഇവന് യോഗത്തിന് വരാൻ പറ്റത്തില്ല. കാര്യം കൊറോണ വരുമ്പം പക്ഷിപ്പനി വരും, പക്ഷിപ്പനി വരുമ്പോൾ എലിപ്പനി വരും, എലിപ്പനി വരുമ്പം തക്കാളി വരും, തക്കാളി വന്നു കഴിയുമ്പോൾ മാങ്കുസ്തിപ്പനി വരും. ഇങ്ങനെ ഓരോ പനി മാറി മാറി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച്
ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. പക്ഷെ ദൈവസാന്നിധ്യം ഉള്ളവൻ പറയുന്നത് ഏത് ബാധയുള്ളിടത്തും ഞാൻ നിൽക്കും, കാരണം എന്നെ പൊതിയുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. ഓ ഹല്ലേലൂയ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് പറയുന്നു, നിന്റെ വീടിൻ്റെ അന്തരീക്ഷം മാറ്റുന്നത് നീ പുതിയ വീട് വെക്കുമ്പോഴല്ല, നിന്റെ മേൽ ദൈവസാന്നിധ്യം വന്നിറങ്ങുമ്പോഴാണ്. ഓ ഹല്ലേലൂയ. ഞാൻ ഒരിക്കലൊരു ഓഫീസിൽ പോകാനിടയായി. ആ ഓഫീസ് വലിയ പരാജയത്തിൽ ആ ഓഫീസ് പോയിക്കൊണ്ടിരിക്കുക. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളിത് വിൽക്കാൻ പോവുകയാണ്, കൈമാറാൻ പോവുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഞങ്ങൾക്ക് പെട്ടെന്ന് ഫീലായി ആ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലമെല്ലാം ദൈവസാന്നിധ്യം കൊണ്ട് നിറയുന്നതായിട്ട്. ഞാൻ അവരോട് പറഞ്ഞു, സാറേ നിങ്ങൾ ചിന്തിച്ചതൊന്നും നടക്കത്തില്ല, കാരണം നിങ്ങളുടെ ഓഫീസിൻ്റെ മേൽ ദൈവസാന്നിധ്യം പൊതിയാൻ തുടങ്ങി. ഞാൻ ഇന്ന് ഒരു പ്രസംഗം പറയുമല്ല, ചില വീടുകളെ ദൈവസാന്നിധ്യം ഈ ദിവസങ്ങളിൽ പൊതിയും. നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന സകല മേഖലയും ഇന്ന് ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെടാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അല്പനേരം ആ ഓഫീസിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞ് ഞാനിങ്ങ് പോന്നു. സ്തോത്രം. പുള്ളിക്കാരൻ എന്നെ വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ 1 വർഷമായിട്ട് എനിക്ക് ഓഫീസിൽ കയറാനേ പറ്റുന്നില്ലായിരുന്നു, പക്ഷേ ബ്രദറെ നമ്മുടെ ആ പെറേറ് കഴിഞ്ഞ പിന്നെ എനിക്ക് ഓഫീസിൽ തന്നെ ഇരിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യുമോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. പുള്ളി പറയും, എനിക്ക് നേരത്തെ അവിടെ കയറിയാൽ എൻ്റെ ദേഹത്തെന്തോ ബുദ്ധിമുട്ട്, എൻ്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് വിളിക്കും, പെട്ടെന്ന് വാ, പെട്ടെന്ന് എൻ്റെ വർക്കിനകത്തൊരു പ്രശ്നം വന്നു, അവിടേക്ക് പോയി, എനിക്ക് ഓഫീസിൽ ഇരിക്കാൻ പറ്റത്തില്ല. എന്നാൽ 3 ദിവസം കഴിഞ്ഞ് ഞാൻ ആ രാജ്യം വിടുന്നതിന് മുമ്പ് പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ വലിയൊരു കാര്യം നടന്നു. ഇന്നലെ രാത്രി ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പുതിയ ഓർഡർ കിട്ടി. ഞാൻ ക്യാൻസൽ ചെയ്തതെല്ലാം ഞാൻ ഇന്ന് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ, പലതും ഞാൻ മുമ്പോട്ട് വേണ്ടാന്ന് ക്യാൻസൽ ചെയ്തു, അതെല്ലാം ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്തു. അതിൻ്റെ കാരണം എന്താ? എൻ്റെ ഓഫീസിൽ പൊതിഞ്ഞ ദൈവ സാന്നിധ്യം. എന്നോട് ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ദൂത് പറയാം, നിൻ്റെ വലിയ വണ്ടിയല്ല വിഷയം, ആ വണ്ടിയിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യ വിഷയം. നീ അല്ല സംഭവം, നിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. അപ്പം നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് പറയാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്നും ആരാധന മുടക്കരുത്, എന്നും ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സേവിക്കുന്ന മറക്കരുത്, താമസിക്കരുത്, ലേറ്റ് ആകരുത് എന്നൊക്കെ പറയുന്നത് എന്തിനാ? നിങ്ങൾ ഓരോ ദിവസവും പുതിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കണം. സ്പിരിച്വൽ ലൈഫിന് ഓരോരോ പുതിയ പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാകണം. പണ്ട് യോഗത്തിന് പോയി കുറച്ച് കോട്ടുവാ വിട്ടു, 2 പാട്ട് പാടി, ലാലു പാടി, പിന്നെ കനസ് പാടി, നല്ലതായിരുന്നു. എന്താ പാട്ട്, എന്തതിശയമേ പാടിയത്. പിന്നെ മോൻസ് വായിച്ച് കീബോർഡ് അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാം ഇന്ന് ഞാൻ കൈയടിച്ചു. ആ ഡ്രം സെറ്റ് ബ്രദർ അടിച്ചപ്പോൾ തന്നെ ഞങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊന്നുമില്ലാത്ത വേറൊരു തലമുണ്ട്. ഇതെല്ലാം നിങ്ങളെ അവിടേക്ക് നയിക്കുന്ന തലങ്ങളാണ്. പക്ഷേ ഇതെത്തുന്ന മറ്റൊരു തലമുണ്ട്, അതാണ് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്നത്. ഓ ഹല്ലേലൂയ. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക, ചില വീടിൻ്റെ അന്തരീക്ഷം ഈ ദിവസങ്ങളിൽ മാറും. ചിലരുടെ വ്യക്തിപരമായ ലൈഫിൻ്റെ അന്തരീക്ഷം മാറും. നിനക്കറിയാം എന്തോ ഒരു കുഴപ്പമുണ്ട്, ആ കുഴപ്പം ഇന്ന് പൊട്ടാൻ പോവുക. നിന്നെ ആ സാന്നിധ്യം കയറി. യെസ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദാവീദ് 27 സങ്കീർത്തനം ചമയ്ക്കുമ്പം ദാവീദ് 27 സങ്കീർത്തനത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, 8ാമത്തെ വാക്യം, എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയുകയാണ്, എൻ്റെ മുഖം അന്വേഷിപ്പീൻ. ആരുടെ? ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് ദൈവത്തിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഒരു ദൈവവൈതൽ എപ്പോഴും ദൈവ സാന്നിധ്യത്തെ അന്വേഷിക്കണം. ഈ മത്തായി സുവിശേഷത്തിൽ കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം കേൾക്കണോ? അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ഒരാമയും പറഞ്ഞാട്ട്. ഒരു ദൈവദാസനെ സംബന്ധിച്ച് അവൻ ബൈബിൾ എപ്പം തുറന്നാലും നല്ല നല്ല വാക്യം അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ആര് പ്രസംഗിച്ചാലും ഞങ്ങൾക്കൊരു നല്ല വാക്യം കിട്ടിയാൽ, ഞാൻ എൻ്റെ ബൈബിളിൽ നല്ല വാക്യം എന്ന് പറഞ്ഞൊരു പേജുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന വാക്യമെല്ലാം എഴുതിയിടുന്നൊരു സ്ഥലം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതിനകത്ത് എല്ലാ വാക്യം, അതിൽ എഴുതിയിട്ട പല വാക്യങ്ങളും ഇന്ന് പ്രസംഗങ്ങളായിട്ടുണ്ട്. അത് ജോഷി പാസ്റ്റർ പറഞ്ഞതായിരിക്കും, ജോണി പാസ്റ്റർ പറഞ്ഞതായിരിക്കാം, ഇവിടെയുള്ള ഏത് പാസ്റ്റർ പറഞ്ഞതായിരിക്കാം. അത് എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം ആ വാക്യം എന്നോട് ഇടപെട്ടെന്നുള്ളതാണ്.